നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കാം അതിവേഗത്തിൽ. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. പാതിവില തട്ടിപ്പു കേസിൽ നജീബ് കാന്തപുരം MLA-യുടെ വാദങ്ങൾ പൊളിയുന്നു. മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ബാങ്ക് വഴി മാത്രമാണ് പണം സ്വീകരിച്ചതെന്ന നജീബിന്റെ വാദം പച്ചക്കള്ളം. ക്യാഷായി പണം സ്വീകരിച്ചതിന്റെ റെസിപ്റ്റ് കൈരളി ന്യൂസിന്. അനന്തകൃഷ്ണൻ വാഹന ഡീലർമാരെയും പറ്റിച്ചു. കമ്പനികൾക്കും വാഹന ഡീലർമാർക്കുമായി നൽകാനുള്ളത് 30 കോടിയോളം രൂപ. അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. അനന്തകൃഷ്ണനുമായി ഇന്ന് തെളിവെടുപ്പ്. പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ജനശ്രീ മിഷൻ വഴിയും തട്ടിപ്പ്. പരാതി ജനശ്രീ മിഷൻ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പൂനത്ത് മുഹമ്മദ് അലി കൂട്ടുമാവുള്ളതിനെതിരെ. തട്ടിപ്പ് ഹോണ്ട ആക്ടീവ സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 64,000 രൂപ ജനശ്രീ ചെയർമാൻ വാങ്ങിയതായും പരാതി. പാതിവില തട്ടിപ്പിൽ പാലക്കാട് കൊല്ലങ്കോട് മാത്രം വഞ്ചിക്കപ്പെട്ടത് 290 പേർ. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി MK ഗിരീഷ് കുമാറിനെതിരെ പരാതി പ്രവാഹം. ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഗിരീഷ് കുമാറിനെ ലഭ്യമാകുന്നില്ലെന്നും പരാതി. എറണാകുളത്ത് 800-ലധികം പരാതികൾ. ദില്ലിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കുമെന്ന തീരുമാനം ഉടനെന്ന് സൂചന. ദില്ലി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖം നഷ്ടപ്പെട്ട് കോൺഗ്രസ്. തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ടില്ലെന്ന് KC വേണുഗോപാൽ. KC വേണുഗോപാലിന്റെ പ്രതികരണം ആലപ്പുഴയിൽ. CPIM ജില്ലാ സമ്മേളനാവേശത്തിൽ തൃശൂർ. പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം. MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ വീണ്ടും കടുവ ഭീതി. തലപ്പുഴയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി സൂചന. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. 130-ാം മാരാമൺ കൺവെൻഷന് തുടക്കം. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. PV അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. അൻവർ തട്ടിപ്പുകാരനെന്ന് സംസ്ഥാന അധ്യക്ഷൻ CG ഉണ്ണി. അൻവറിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി സംസ്ഥാന നേതൃത്വം. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കുത്തകകളുടെ ഉൽപാദനോപാധിക്ക് കരുത്തു പകരുന്നതാകും AI എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങണിയിച്ചു കൊണ്ടുവന്ന സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. തിരുവനന്തപുരത്ത് AG's ഓഫീസിലേക്ക് DYFIയുടെ നൈറ്റ് മാർച്ച്. VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ വനിതാരവം പരിപാടി അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടി സ്ത്രീകൾക്ക് മാത്രം ഒത്തുചേരാനുള്ള അവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ. പഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ അധ്യക്ഷയായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നയനാകോണം കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം കാണിക്കവഞ്ചിയിൽ കുത്തിപ്പൊളിച്ച്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ഓഫീസും കുത്തി തുറക്കാൻ ശ്രമം. മോഷണത്തിന്റെ CCTV ദൃശ്യം പോലീസിന്.
അനധികൃത മദ്യവിൽപ്പന സംഘം മധ്യവയസ്കനെ മർദ്ദിച്ചതായി പരാതി. സംഭവം കൂടത്തായി കോടഞ്ചേരി റോഡിൽ പഞ്ചായത്ത് കിണറിന് സമീപം ഇന്നലെ രാത്രി. മഹാരാഷ്ട്ര മാതൃകയാണ് ദില്ലിയിലും ആവർത്തിച്ചതെന്ന് സഞ്ജയ് റാവത്ത്. ദില്ലിയിൽ ബിജെപി വിജയിച്ചത് വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്തിയാണെന്നും ശിവസേന താക്കറെ പക്ഷം. ദേശീയ ഗെയിംസ് ഫുട്ബോൾ ഫൈനലിൽ വിജയ കിരീടം ചൂടിയ കേരള ടീമിനെ വിമാനത്താവളത്തിൽ ആവേശോജ്വല സ്വീകരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ടീമിനെ കേരള ഫുട്ബോൾ അസോസിയേഷനും ആരാധകരും ചേർന്ന് സ്വീകരിച്ചു. വിജയത്തിൽ സന്തോഷം പങ്കുവെച്ച ടീം അംഗങ്ങൾ. കോഴിക്കോട് വനിതാ ഹോംഗാർഡിനെ ബൈക്കിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ആവള പൗർണമിയിൽ സുനിൽ. വടകര എടോടി ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഹോംഗാർഡിനെയാണ് ബൈക്കിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത. പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാർ നീക്കം. പുലർക്കാല പദ്ധതിയുടെ അറിവ് പങ്കുവച്ച് കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ കുരുന്നുകൾ മാനാഞ്ചിറയിൽ ഒത്തുചേർന്നു. പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി. കോഴിക്കോട് വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടിന് തീപിടിച്ചു. നെല്ലിപ്പുനത്ത് ബാലസുബ്രഹ്മണ്യന്റെയും ഭാര്യ ശ്രീജയുടെയും വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വെള്ളനാട് ഭഗവതി നഗർ ഡി പ്രദീപാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സഹായം തേടുന്നത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുറം കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ശബരിമല വിമാനത്താവളത്തിന് ബജറ്റിൽ വകയിരുത്തിയത് 4.96 കോടി രൂപ. ഇത് വിമാനത്താവള പദ്ധതിയുടെ നടപടികളെ വേഗത്തിലാക്കും. സർക്കാർ നടപടിയെ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. കടക്കലിൽ ഭാര്യയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. കുന്നുംപുറം സ്വദേശി തസ്നിയെയാണ് ഭർത്താവ് റിയാസ് ആക്രമിച്ചത്. ആക്രമണം തടയുന്നതിനിടെ തടിക്കഷ്ണം കൊണ്ടുള്ള ഭാര്യയുടെ അടിയേറ്റ് പ്രതിക്കും പരുക്ക്. വർക്കലയിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. അയിരൂർ വില്ലിടിക്കടവ് സ്വദേശി ബിജു രാമചന്ദ്രനാണ് അറസ്റ്റിലായത്. സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് യുവതിയെ പ്രതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ക്രൂരപീഡനം നടത്തിയത്. തൃത്താല ഹൈസ്കൂൾ കെട്ടിടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ തീപിടുത്തം. കെട്ടിടത്തിനരികെ അജ്ഞാതരായ 3 പേരുടെ സാന്നിധ്യം കണ്ടെത്തി. അന്വേഷണം ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ തൃത്താല പോലീസിൽ പരാതി നൽകി. ട്രാൻസ്ജെൻഡർ യുവതിയെ നടുറോഡിൽ യുവാവ് കമ്പിവടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കാക്കനാട് വാഴക്കാലയിൽ താമസിക്കുന്ന ഏഞ്ചലിനാണ് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനു സമീപത്ത് വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ആദിവാസി മേഖലയിലെ ആരോഗ്യ ഇടപെടലുകൾക്ക് പിന്തുണയുമായി ലോകാരോഗ്യ സംഘടന. മന്ത്രി വീണ ജോർജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം ജില്ലയിലെ പഞ്ചായത്തുകളിൽ തെരുവുനായകൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന റാബിസ് ഫ്രീ കേരളം പദ്ധതിക്ക് തുടക്കം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. കല്ലുവാതുക്കൽ പഞ്ചായത്തിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന ഇമെയിൽ ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരം ഉൾപ്പെടെ വിമാനത്താവളങ്ങളിൽ ജാഗ്രത. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് ബംഗളൂരു വിമാനത്താവള അധികൃതർക്ക് ഇമെയിലിൽ ഭീഷണിയെത്തിയത്. കേരളത്തിലെ യുവജനങ്ങൾക്ക് സംരംഭക മേഖലയിൽ പ്രോത്സാഹനം നൽകുന്നതിനായി യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലുമായി ഡിവൈഎഫ്ഐ 2025 മാർച്ച് 1-2 തീയതികളിലായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. കർണാടകയിലെ മദ്ദൂരിലാണ് സംഭവം. തീപിടുത്തമുണ്ടായത് ബസിന്റെ പിൻവശത്ത്. ബസ്സിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരെന്ന് അധികൃതർ. സ്കൂൾ കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്ന് ചാടി 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. നേവി മുംബൈയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം. കുട്ടി ചാടിയത് കെട്ടിടത്തിൽ നിന്ന് താഴെയുള്ള നീർച്ചാലിലേക്ക്. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നീട്ടി. അപേക്ഷകൾ ഈ മാസം 18 വരെ സമർപ്പിക്കാം. 3 ഘട്ടങ്ങളിലായാണ് പരീക്ഷ. യുപിയിൽ ഡെലിവറി ഏജന്റും കസ്റ്റമറും തമ്മിലുള്ള തർക്കത്തിൽ വെടിവയ്പും കത്തിക്കുത്തും. കത്തിക്കുത്തിൽ കലാശിച്ചത് ഡെലിവറി ചെയ്യാനായി ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഭാര്യയുമായി തർക്കത്തിന് പിന്നാലെ കോടതി പരിസരത്ത് ജീവനൊടുക്കിയ യുവാവ്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സംഭവം. മരിച്ചത് പാഷാൻ സ്വദേശിയായ 28-കാരൻ. ഇയാളും ഭാര്യയും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് പോലീസ്. ഒഡീഷയിലെ മാൽക്കൻഗിരിയിലെ വനത്തിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ. 2 ദിവസമായി കുട്ടികളെ കാണാനില്ലായിരുന്നുവെന്ന് പോലീസ്. ഇരുവരും ഒഡീഷയിലെ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ശ്രുതികയെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹരിയാന സോണിപത്തിലെ കനാലിൽ. ആൺസുഹൃത്തിനെതിരെ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. കൗമാരക്കാരായ 2 ടെന്നീസ് താരങ്ങളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ വംശജന് 25 വർഷം തടവ്. അമൻദീപ് സിംഗിനാണ് US കോടതി തടവ് ശിക്ഷ വിധിച്ചത്. അപകടത്തിൽ മറ്റു 2 പേർക്കു കൂടി പരിക്കേറ്റു. പരിസ്ഥിതി സൗഹൃദമായ പേപ്പർ സ്ട്രോകളെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ സർക്കാർ നിർബന്ധമാക്കിയ പേപ്പർ സ്ട്രോകൾ ഇനി വേണ്ടെന്നും പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങണമെന്നും ട്രംപ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിംഗ് ഹെൻലി പാസ്പോർട്ട് സൂചിക പുറത്തുവിട്ടു. ഇന്ത്യ 80ാം സ്ഥാനം നേടി. സൂചികയിൽ സിംഗപ്പൂർ 1ാം സ്ഥാനത്ത്.
യുഎസിലെ അലാസ്കയിൽ വെച്ച് കാണാതായ വിമാനം കണ്ടെത്തി. അലാസ്കയുടെ പടിഞ്ഞാറൻ തീരത്തെ മഞ്ഞുപാളികളിൽ നിന്ന് തകർന്ന വീണ നിലയിലാണ് വിമാനം കണ്ടെത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും മരിച്ച നിലയിൽ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റത്തിൽ 183 പലസ്തീൻ തടവുകാർക്ക് പകരമായി 3 ഇസ്രായേലി തടവുകാരെ മോചിപ്പിച്ച് ഹമാസ്. അന്തർദേശീയ റെഡ് ക്രോസ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കാണ് തടവുകാരെ കൈമാറിയത്. അമേരിക്കയിൽ താമസിക്കുന്ന 487 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞതായി കേന്ദ്ര സർക്കാർ. ഇവരെ ഉടൻ നാടുകടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര. നാടുകടത്താനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി അമേരിക്ക. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UN സന്നദ്ധ സംഘടനയായ UNRWAക്ക് 20 മില്യൺ യൂറോ സഹായധനം പ്രഖ്യാപിച്ച അയർലൻഡ്. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ വാണിജ്യ പ്രതിരോധ മന്ത്രിയുമായ സിമോൺ ഹാരിസാണ് പ്രഖ്യാപനം നടത്തിയത്. ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന് മറുപടിയുമായി ഇറാൻ. തങ്ങൾക്കു നേരെ ഇനിയും ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി. റഷ്യയോടുള്ള നിലപാടും ദേശീയ സുരക്ഷയും സംബന്ധിച്ച് US ചുവടുമാറ്റി. റഷ്യൻ ശതകോടീശ്വരന്മാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനായി ജോ ബൈഡൻ ഭരണകൂടം തുടങ്ങിവെച്ച പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ റദ്ദാക്കി. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് പനാമ അറിയിച്ചതിന് പിന്നാലെ US-നെതിരെ ആഞ്ഞടിച്ച് ചൈന. ആഗോള അടിസ്ഥാന വികസന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് അട്ടിമറിക്കാനുള്ള US-ന്റെ നീക്കം ശീതയുദ്ധ മനോഭാവമാണെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ജിൻ ജിയാൻ. അബുദാബിയിൽ ജോലിക്കിടെ മലയാളി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് തിരൂർ കന്മനം സ്വദേശി CV ഷിഹാബുദ്ദീൻ. മരണം ഹൈപ്പർ മാർക്കറ്റിൽ ജോലിക്കിടെ കുഴഞ്ഞു വീണ്. പ്രവാസി വെൽഫെയർ സലാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല പ്രസിഡന്റ് രാകേഷ് കുമാർ ജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റജിലാൽ കോക്കാടൻ മെമ്മോറിയൽ ഷാബിയ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിന്റെ ജേഴ്സിയും ട്രോഫിയും പ്രകാശനം ചെയ്തു. പരിപാടി ശക്തി തിയേറ്റേഴ്സ് അബുദാബി ഷാബിയ മേഖലയുടെ നേതൃത്വത്തിൽ. MT അനുസ്മരണവും യഹിയ മുഹമ്മദിന്റെ കാടായിരുന്നു നമ്മുടെ വീട് എന്ന പുസ്തക പ്രകാശനവും നടത്തി. പരിപാടി ബഹ്റൈൻ പ്രതിഭ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ. ചടങ്ങിൽ അനീഷ് നിർമ്മലൻ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി എപെക്സ് ബോഡികളുടെ നിയുക്ത പ്രസിഡന്റുമാർ. ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രസിഡന്റുമാർ. ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ കേരള സംസ്ഥാന കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R സനൽകുമാറിന് സംസ്കൃതി ഖത്തർ സ്വീകരണം നൽകി. ഖത്തർ നടത്തുന്ന സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്ന് സനൽകുമാർ. നവോദയ സാംസ്കാരിക വേദി ദമാം റീജിയണിലെ ഗത്തീഫ് മുൻ ഏരിയ ട്രഷററും തുർക്കിയ യൂണിറ്റ് മെമ്പറുമായ മരണമടഞ്ഞ ഷിജുവിന്റെ കുടുംബത്തിന് നവോദയ സഹായ ഫണ്ട് കൈമാറി. നവോദയ റീജിയണൽ സാമൂഹ്യക്ഷേമ കൺവീനർ മൊയ്തീൻ യൂണിറ്റ് ഭാരവാഹികൾക്ക് സഹായ ഫണ്ട് കൈമാറി.
സാമന്തയുമായുള്ള വിവാഹമോചനം 1000 വട്ടം ചിന്തിച്ചെടുത്ത തീരുമാനമെന്ന് നടൻ നാഗചൈതന്യ, തങ്ങളിരുവരും ചേർന്നെടുത്ത വൈകാരിക തീരുമാനമായിരുന്നു വിവാഹമോചനമെന്നും രണ്ടുപേർക്കും രണ്ടു വഴിയാണ് നല്ലതെന്ന ബോധ്യത്തോടെ മുന്നോട്ടു പോയതാണെന്നും നാഗചൈതന്യ. ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളുടെ ബജറ്റും തിയേറ്റർ വരുമാനവും പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ 28 മലയാള സിനിമകളും ഒരു റീ റിലീസും 12 അന്യഭാഷാ സിനിമകളും പ്രദർശനത്തിനെത്തിയതായി നിർമ്മാതാക്കൾ. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ റിലീസ് ഡേറ്റ് പുറത്ത്. പുതിയ സ്റ്റൈലിഷ് പോസ്റ്ററിനൊപ്പമാണ് ബസൂക്കയുടെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളെ അണിനിരത്തി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതായി അധികൃതർ. വർഷങ്ങൾക്കു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനുശ്രീ, ബംഗാളി നടി മോക്ഷ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം കള്ളനും ഭഗവതിയും OTT-യിൽ വൻ വിജയം. തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും OTT-യിലെത്തിയതോടെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പൈങ്കിളി സിനിമയുടെ ട്രെയിലർ പുറത്ത്. തികച്ചും പുതുമയാർന്നൊരു ലവ് സ്റ്റോറിയാണെന്ന സൂചന നൽകുന്നതാണ് ട്രെയിലർ. വാലന്റൈൻസ് ഡേ ദിനമായ ഫെബ്രുവരി 14-നാണ് ചിത്രം റിലീസിനായൊരുങ്ങുന്നത്. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. പ്രകാശനം നടന്മാരായ പൃഥ്വിരാജ് സുകുമാരൻ, ദുൽഖർ സൽമാൻ എന്നിവരുടെ ഒഫീഷ്യൽ പേജിലൂടെ. വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത വടക്കാന്റെ ഓഡിയോ ട്രെയിലർ പുറത്തിറക്കി. സജി ദേ സംവിധാനം ചെയ്ത വടക്കാൻ എന്ന ചിത്രത്തിന്റെ മലയാള സിനിമയിലെ ആദ്യത്തെ ഓഡിയോ ട്രെയിലർ ലോഞ്ചിലൂടെ വ്യാപകമായ ശ്രദ്ധ നേടിയതായി റിപ്പോർട്ട്. പരിഷ്കാരങ്ങളോടെ 2025 മോഡൽ SUV അവതരിപ്പിച്ച MG 12.47 ലക്ഷം രൂപ മുതൽ 17.45 ലക്ഷം രൂപ വരെയാണ് പുതിയ മോഡലിന്റെ വില. പുത്തൻ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സവിശേഷത. റിയൽമിയുടെ വാലന്റൈൻസ് ഡേ സെയിൽ ആരംഭിച്ചു. ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന റിയൽമി സ്മാർട്ട് ഫോൺ മോഡലുകൾക്ക് വൻ ഡിസ്കൗണ്ട്. ഫെബ്രുവരി 6 മുതൽ 14 വരെ ഫോണുകൾ ഓഫറിൽ വാങ്ങാം. Asus തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സെൻഫോൺ 12 അൾട്ര ലോഞ്ച് ചെയ്തു. അവതരിപ്പിച്ചിരിക്കുന്നത് ഫോൺ 9 സീരീസിന് സമാനമായ ഫീച്ചറുകൾ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.